മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണിൽ ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം. നഗരത്തിൽ പാർക്കിംഗ് സൌകര്യം മെച്ചപ്പെടുത്താൻ നടപടിയെടുക്കും. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ പണമടച്ച മുഴുവൻ ഉപഭോക്താക്കൾക്കും പണം തിരികെ നൽകാനുള്ള കുന്നംകുളം നഗരസഭ തീരുമാനത്തിന് ഹൈക്കോടതിയുടെ വിലക്ക്. നഗരത്തിലെ വിവാദമായ സിമന്റ് മിക്സിംഗ് ഫാക്ടറിക്ക് ലൈസൻസ് നൽകാൻ നഗരസഭാ യോഗത്തിൽ തീരുമാനം. പറപ്പൂക്കര ഇലക്ട്രിക്കൽ സ്റ്റേഷനിൽ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് ടിവി സിഗ്നൽ സംപ്രേഷണത്തിനുള്ള ഒപ്റ്റിക്കൽ കേബിളുകൾ വൈദ്യുതി ജീവനക്കാർ വ്യാപകമായി നശിപ്പിച്ചു. സംഭവത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് പുതുക്കാട് മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനകൾക്ക് നൽകാനുള്ള പനംപട്ടയിൽ വിഷം തളിച്ചിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശം നൽകിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി സ്വദേശി സുനിലാണ് പിടിയിലായത്. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകൾ. മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണിൽ ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഗുരുവായൂർ ദേവസ്വം, നഗരസഭ, പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, KICB തുടങ്ങിയ വകുപ്പുതല മേധാവികളുടെ യോഗമാണ് വിളിച്ചു ചേർത്തത്. പൊതുമരാമത്ത് വകുപ്പ് KICB ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് രൂക്ഷ വിമർശനത്തിനിടയായി. പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതുമൂലം സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഗുരുവായൂരിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായില്ല. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ മറ്റൊരു ദിവസം ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. പാർക്കിംഗ് ഏരിയകളിൽ ആവശ്യത്തിന് വെളിച്ചമേർപ്പെടുത്താനും പാർക്കിംഗ് കംഫർട്ട് സ്റ്റേഷൻ നിരക്കുകൾ വലിയ ബോർഡുകളിൽ പ്രദർശിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. സീസൺ സമയത്ത് മോഷണം തടയാനും ഗതാഗതം നിയന്ത്രിക്കാനുമായി 250 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. നഗരത്തിലെ പ്രധാന 8 ജംഗ്ഷനുകളിൽ കുടിവെള്ള ടാങ്ക് സ്ഥാപിക്കും. തെരുവുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തും. നിലവിലെ വൺവേ സംവിധാനം കാര്യക്ഷമമാക്കാനും വഴിയോര കച്ചവടങ്ങൾ നിരോധിക്കാനും യോഗം തീരുമാനിച്ചു. സീസൺ സമയത്ത് സ്വകാര്യ ബസ്സുകൾ രാത്രി 7-ന് ശേഷം സർവീസുകൾ നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് യോഗത്തിൽ പരാതി ഉയർന്നു. ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് തൃശൂർ ഭാഗത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്തേക്ക് മാറ്റണമെന്നും യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും നിരക്ക് വലിയ ബോർഡിൽ പ്രദർശിപ്പിക്കണം. സീസൺ സമയത്ത് നഗരസഭാ ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്ന് ആയുർവേദ, അലോപ്പതി മെഡിക്കൽ സെന്ററുകൾ തുടങ്ങും. ഗതാഗതം തടസ്സപ്പെടുത്തി റോഡരികളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടയണമെന്നും പാർക്കിംഗിന് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. കൈരളി ജംഗ്ഷനിലെ നഗരസഭാ ഗ്രൌണ്ടിൽ ഇത്തവണ മുതൽ വാഹന പാർക്കിംഗ് ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. മുൻ വർഷങ്ങളിലും ഇവിടെ പാർക്കിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിക്കാറുണ്ടെങ്കിലും അഴുക്കുചാൽ പദ്ധതിക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് റിങ്ങുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ പാർക്കിംഗ് നടത്താനാകില്ല. സീസണിന് മുമ്പ് റിങ്ങുകൾ എടുത്തുമാറ്റണമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകി. നഗരസഭാ ചെയർമാൻ PS ജയൻ അധ്യക്ഷത വഹിച്ചു. ടെമ്പിൾ CI MU ബാലകൃഷ്ണൻ, SI ഗിരിജാവല്ലഭൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M സുനിൽകുമാർ, ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ KU അനിൽകുമാർ, താലൂക്ക് സപ്ലൈ ഓഫീസർ KG മഹേന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു. TCV ഗുരുവായൂർ. വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ പണമടച്ച മുഴുവൻ ഉപഭോക്താക്കൾക്കും പണം തിരികെ നൽകാനുള്ള കുന്നംകുളം നഗരസഭ തീരുമാനത്തിന് ഹൈക്കോടതിയുടെ വിലക്ക്. പണം കൈപ്പറ്റാൻ നഗരസഭ അറിയിച്ചതനുസരിച്ച് ആളുകൾ നഗരസഭ ഓഫീസിൽ വരുന്നതിനിടയിലാണ് കരാറുകാരായ സ്ഥാപനത്തിന്റെ ഉടമ ആന്റണി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി. വിധി സംബന്ധിച്ചുള്ള വിവരം അഭിഭാഷകൻ ഫോണിൽ അറിയിച്ചുവെന്ന് കാണിച്ച് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയാണ് വിഷയം ധരിപ്പിച്ചത്. കരാറുകാരൻ യഥാവിധം പ്ലാന്റ് സ്ഥാപിക്കുന്നില്ലെന്നും സ്ഥാപിച്ചവ പ്രവർത്തന സജ്ജമല്ലെന്നുമുള്ള കാരണത്താൽ കരാർ റദ്ദ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് പണം തിരിച്ചു നൽകാൻ കൌൺസിൽ യോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനമാണ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഭരണസമിതി ഇപ്പോൾ നിർബന്ധിതരായത്. നഗരത്തിലെ വിവാദമായ സിമന്റ് മിക്സിംഗ് ഫാക്ടറിക്ക് ലൈസൻസ് നൽകാനും നഗരസഭാ കോമ്പൌണ്ടിലുള്ള ആക്രി സാമഗ്രികൾ 3,34,460 രൂപ വില ഈടാക്കി വിൽക്കാനും തീരുമാനിച്ചു. നിലവിലെ കൌൺസിലിന്റെ അവസാന യോഗമാണ് നടന്നത്. ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മുഴുവൻ കൌൺസിലർമാരും സംസാരിച്ചു. അംഗങ്ങൾ പരസ്പരം യാത്ര പറഞ്ഞാണ് യോഗം അവസാനിപ്പിച്ചത്. എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ സ്കൂൾ മീറ്റിൽ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ PD അഞ്ജലിക്ക് സ്വർണം. 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗം 100 മീറ്ററിലാണ് 12.45 സെക്കൻഡിന് PD അഞ്ജലി സ്വർണം നേടിയത്. തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് PD അഞ്ജലി ഉൾപ്പെടെ 18 കുട്ടികളാണ് സ്കൂൾ മീറ്റിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ മീറ്റ് ഞായറാഴ്ച സമാപിക്കും. പറപ്പൂക്കര ഇലക്ട്രിക്കൽ സെക്ഷനിൽ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് TV സിഗ്നൽ സംപ്രേഷണത്തിനുള്ള ഒപ്റ്റിക്കൽ കേബിളുകൾ വൈദ്യുതി ജീവനക്കാർ വ്യാപകമായി നശിപ്പിച്ചു. കേബിളുകൾ പ്രവർത്തിപ്പിക്കാനുള്ള കിയോക്സിലേക്കുള്ള വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. 50ഓളം സ്ഥലങ്ങളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ചിട്ടു. ഇതേ തുടർന്ന് പറപ്പൂക്കര സെക്ഷൻ പരിധിയിൽ കേബിൾ TV സംപ്രേഷണവും റെയിൽവെയർ ഇന്റർനെറ്റ് കണക്ഷനും തടസ്സപ്പെട്ടു.
വൈദ്യുതി പോസ്റ്റുകൾക്കുള്ള മുൻകൂർ വാടക അടയ്ക്കാൻ വൈകിയെന്നാരോപിച്ചാണ് വൈദ്യുതി ജീവനക്കാർ കേബിളുകൾ മുറിച്ചിട്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കെഎസ്ഇബി അധികൃതർ മുന്നറിയിപ്പ് നൽകുകയോ വാടക അടയ്ക്കാൻ സാവകാശം നൽകുകയോ ചെയ്തില്ലെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ആരോപിച്ചു. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വ്യാപകമായി മുറിച്ചതിനാൽ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് സംഭവിച്ചിട്ടുള്ളത്. വ്യാപകമായി കേബിളുകൾ നശിപ്പിച്ചതിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനകൾക്ക് നൽകാനുള്ള പനം പട്ടയിൽ വിഷം തെളിച്ചിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശം നൽകിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അറയ്ക്കൽ സുനിലിനെയാണ് ഗുരുവായൂർ എസ്ഐ എം.ആർ. സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രിയാണ് ആനത്താവളത്തിലെ ലാൻഡ് ഫോണിലേക്ക് ഭീഷണി കോൾ വന്നത്. ഇതേ തുടർന്ന് പട്ടകൾ ആനകൾക്ക് നൽകാതെ മാറ്റിവെക്കുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഫോൺ കോളിന്റെ ഉറവിടം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് കോഴിക്കോട് പോയി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ആനത്താവളത്തിലേക്ക് പട്ട നൽകുന്ന കരാറുകാർ തമ്മിലുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ കരാർ ലംഘിച്ചുള്ള ടോൾ പിരിവ് സംബന്ധിച്ച പരാതിയിൽ അഭിഭാഷക കമ്മീഷൻ ഞായറാഴ്ച തെളിവെടുപ്പ് നടത്തും. പുതുക്കാട് സ്വദേശി അഡ്വക്കേറ്റ് ജോബി പുളിക്കൻ മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച പരാതിയിലാണ് തെളിവെടുപ്പ്. നാഷണൽ ഹൈവേ അതോറിറ്റി എതിർകക്ഷിയായി സമർപ്പിച്ച പരാതിയിൽ കേന്ദ്ര ഷിപ്പിംഗ്, റോഡ്, ഗതാഗത, ദേശീയപാത വകുപ്പിനും ഹൈവേ അതോറിറ്റി ചീഫ് ജനറൽ മാനേജർ, പ്രോജക്ട് ഡയറക്ടർ, ടോൾ പ്ലാസ ചീഫ് ഓഫീസർ, ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി, ഹൈവേ നിർമ്മാണ ചുമതലയുള്ള സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർക്കും കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ കരാറിൽ പറയുന്ന വ്യവസ്ഥകൾ ലംഘിച്ചാണ് കമ്പനി ടോൾ പിരിവ് നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ടോൾ പിരിവ് ആരംഭിച്ച് 100 ദിവസത്തിനുള്ളിൽ സർവീസ് റോഡുകൾ, ഡ്രൈനേജ്, യു ടേണുകൾ, ബസ് ബേകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവ പൂർത്തിയാക്കണമെന്ന കരാറ് ഇതുവരെ പാലിച്ചില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനു വേണ്ടി അഡ്വക്കേറ്റ് പി പ്രമോദാണ് തെളിവെടുപ്പ് നടത്തുക. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് മുല്ലശ്ശേരി സെന്റ് മേരീസ് എൽ.പി. സ്കൂളിൽ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ദിനാചരണം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി പവനൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PF ലിജോ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക സിസ്റ്റർ സെബി, ബൈസി ജോർജ്, PK ബിന്ദു എന്നിവർ സംസാരിച്ചു. തോമസ് ഏങ്ങണ്ടിയൂർ പരിപാടിക്ക് നേതൃത്വം നൽകി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് നാടൻ ഭക്ഷ്യവിഭവമേള സംഘടിപ്പിച്ചു. വലപ്പാട് AEO TD അനിതകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക KM അനിത അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് BS ശക്തിധരൻ, ഹെൽത്ത് ക്ലബ് കൺവീനർ CS ബേബി, KB ബീന എന്നിവർ സംസാരിച്ചു. ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രാതൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് VN സുർജിത് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക VR മനോജ്, ഡയറ്റീഷ്യന്മാരായ CS സുരഭി, അമ്പിളി അപ്പുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. കിഴുപ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രഭാത ഭക്ഷണമേളയും പ്രദർശനവും നടന്നു. സ്കൂൾ പ്രിൻസിപ്പാൾ TC സുബ്രഹ്മണ്യൻ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. ആലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ KG സുരേഷ്, പ്രധാനാധ്യാപിക PK സുധ, ഡോക്ടർ KG ശിവലാൽ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ഭക്ഷണം തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. ഇടവേള. ഗുരുവായൂർ GUP സ്കൂളിൽ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം ആഘോഷിച്ചു. ഫോക്ലോർ തിയേറ്റർ ഡയറക്ടർ അബ്ദുട്ടി കൈതമുക്ക് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TG ഷൈജു അധ്യക്ഷത വഹിച്ചു. സമന്വയ ചാരിറ്റബിൾ സംഘടനയുടെ സഹകരണത്തോടെ കലാമിന്റെ കുട്ടിക്കാലം മുതൽ മരണം വരെയുള്ള പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പ്രതിപാദിക്കുന്ന 100ഓളം ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. കലാം വചനങ്ങളുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ PJ റോണി അനുസ്മരണ പ്രഭാഷണം നടത്തി. സാംസ്കാരിക പ്രവർത്തകരായ സിദ്ദിഖ് കൈതമുക്ക്, റഹ്മത്തുള്ള പാവറട്ടി, വേങ്ങേരി രാമൻ നമ്പൂതിരി, പ്രധാനാധ്യാപിക PE ലതിക എന്നിവർ സംസാരിച്ചു. അയ്യന്തോൾ ഗവൺമെന്റ് ലോ കോളേജിൽ ഉന്നത വിദ്യാഭ്യാസവും നിയമനിർമ്മാണത്തിലെ പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ പ്രിൻസിപ്പാൾ പ്രൊഫസർ ബിനു പൂർണ്ണമോദൻ ചോലയിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AK ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അഞ്ജു രാജൻ, ഡോക്ടർ സോണിയ കെ ദാസ് എന്നിവർ സംസാരിച്ചു. മുതിർന്ന പത്രപ്രവർത്തകനായിരുന്ന C. ഉത്തമക്കുറുപ്പിനെ ഗുരുവായൂർ പൌരാവലി അനുസ്മരിച്ചു.
നഗരസഭാ വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം KV അബ്ദുൾ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ഭാഗവതാചാര്യൻ ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഭാർഗവൻ പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. സി അച്യുതമേനോൻ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്ററിന്റെയും തിരുവനന്തപുരം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെയും ആഭിമുഖ്യത്തിൽ KK സുബ്രഹ്മണ്യൻ അനുസ്മരണ പ്രഭാഷണവും ശില്പശാലയും നടത്തി. അയ്യന്തോൾ കോസ്ഫോർഡ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ഡോക്ടർ KN ഹരിലാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ MN സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KK ഈശ്വരൻ, പ്രൊഫസർ CV വിമല, P ഷൈജൻ എന്നിവർ സംസാരിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തകരുന്ന പൊതുജല വിതരണം എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. NGO യൂണിയൻ ഹാളിൽ നടന്ന സെമിനാർ ബെഫി സംസ്ഥാന വൈസ് പ്രസിഡന്റ് T നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ TA ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി KT മൊയ്തീൻകുട്ടി വിഷയം അവതരിപ്പിച്ചു. PS നാരായണൻകുട്ടി, വാസുദേവൻ, MP അനിൽ എന്നിവർ സംസാരിച്ചു. തായ്വാനിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഹൈജമ്പിൽ സ്വർണം നേടിയ ശ്രീജിഷ്ണയ്ക്ക് സ്വീകരണം നൽകി. തായ്വാനിൽ നിന്ന് തിരിച്ചെത്തിയ ശ്രീജിഷ്ണയെ CPM പെരുവല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെ വീട്ടിലേക്ക് ആനയിച്ചു. മുൻ MLA മുരളി പെരുന്നെല്ലി, ലീല കുഞ്ഞാപ്പു, ഗീത ഭരതൻ എന്നിവർ സംസാരിച്ചു. പെരുവല്ലൂർ സ്വദേശി കള്ളാശ്ശേരി സുരേഷിന്റെ മകളാണ് ശ്രീജിഷ്ണ. തായ്വാനിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യയ്ക്കു വേണ്ടി ഹൈജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ശ്രീജിഷ്ണയ്ക്ക് മുല്ലശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. പെരുവല്ലൂരിൽ ചേർന്ന അനുമോദന സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MB സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ക്ലെമൻ ഫ്രാൻസിസ്, സുനീജ് അരുൺകുമാർ, ലിജോ പനക്കൽ എന്നിവർ സംസാരിച്ചു. ദേശമംഗലം ഗവൺമെന്റ് സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക ഭക്ഷ്യദിനാചരണത്തോടനുബന്ധിച്ച് സുരക്ഷാ എക്സ്പോ നടത്തി. PS മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മലയാളികളുടെ നിത്യോപയോഗ വസ്തുക്കളിൽ പ്രധാനമായ 50ഓളം ഭക്ഷ്യവസ്തുക്കളും അവയിൽ എങ്ങനെ മായം കലർന്നിരിക്കുന്നുവെന്നും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടിയാണ് ഭക്ഷ്യസുരക്ഷാ എക്സ്പോ നടത്തിയത്. പൊതുജനങ്ങൾക്കും പ്രദർശനം കാണുന്നതിന് സൌകര്യമൊരുക്കിയിരുന്നു. ഇനി ജനവിധി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളവർക്ക് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വരെ പത്രിക പിൻവലിക്കാം. ജില്ലയിലാകെയുള്ള 86 പഞ്ചായത്തുകളിൽ പത്രിക സമർപ്പിച്ചിരുന്ന 4602 സ്ഥാനാർത്ഥികളിൽ 29 പേരുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ഈ പഞ്ചായത്തുകളിലാകെ 4573 പേരാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്നത്. ഇവരിൽ 2389 പേർ പുരുഷന്മാരും 2293 പേർ സ്ത്രീകളുമാണ്. 13 ബ്ലോക്കുകളിലെ വിവിധ ഡിവിഷനുകളിലേക്ക് പത്രിക സമർപ്പിച്ചിരുന്ന 936 സ്ഥാനാർത്ഥികളിൽ 2 പേരുടെ പത്രിക തള്ളി. ബാക്കി 934 പേരാണ് മത്സരരംഗത്തുള്ളത്. ഇവരിൽ 446 പേർ പുരുഷന്മാരും 488 പേർ സ്ത്രീകളുമാണ്. 5 മുനിസിപ്പാലിറ്റികളിൽ നിന്ന് പത്രിക സമർപ്പിച്ചിരുന്ന 1147 പേരിൽ 4 പേരുടെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ശേഷിക്കുന്ന 1143 പേരിൽ 543 പേർ പുരുഷന്മാരും 600 പേർ സ്ത്രീകളുമാണ്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ വിമതനായി മത്സരിക്കുന്ന CPI ലോക്കൽ സെക്രട്ടറിയെ പുറത്താക്കി. CPIയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന പൊറത്തിശ്ശേരി ലോക്കൽ സെക്രട്ടറി KR ഗിരിജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി P മണി അറിയിച്ചു. ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് സിറ്റിംഗ് കൌൺസിലർ VK സരളയെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് KR ഗിരിജൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. നവംബർ 5 നടക്കുന്ന തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 29 മുതൽ 55 വരെയുള്ള ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും യോഗം ഈ മാസം 20 രാവിലെ 11 മണിക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് വരണാധികാരി അറിയിച്ചു. ജനവിധിയിൽ ഇനി തദ്ദേശം. കടുത്ത പോരാട്ടം നടക്കുന്ന മുളകുന്നത്തുകാവിൽ മുന്നണികൾ ഭരണം പിടിക്കാൻ സജീവമായി രംഗത്ത്.
21.22 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തുകളിൽ ഒന്നാണ്. നിലവിൽ വന്ന് 3.5 പതിറ്റാണ്ടായ പഞ്ചായത്ത് ഇടതുഭരണത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 14-അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ 9 അംഗങ്ങളുമായാണ് LDF ഭരണം നടത്തുന്നത്. UDF-ന് 4-ഉം BJP-ക്ക് 1 സീറ്റുമാണ് നിലവിലുള്ളത്. സംവരണം വന്നതോടെ ഇക്കുറി പഞ്ചായത്തിന്റെ ഭരണചക്രം തിരിക്കാനുള്ള നിയോഗം വനിതയ്ക്കായിരിക്കും. 14-ൽ 7 സീറ്റും വനിതാ സംവരണമാണ്. കൂടാതെ 1 ജനറൽ സീറ്റ് പട്ടികജാതിക്കായും സംവരണം ചെയ്തിരിക്കുന്നു. 11-ാം വാർഡായ മുളങ്കുന്നത്തുകാവാണ് പട്ടികജാതി സംവരണമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെന്ന പോലെ ഭരണ നേട്ടമായ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് LDF നടത്തുന്നത്. പഞ്ചായത്തിലെ സമ്പൂർണ്ണ വൈദ്യുതീവൽക്കരണവും സമഗ്ര കുടിവെള്ള പദ്ധതിയും ഭവനരഹിതർക്കായുള്ള ധനസഹായ വിതരണവും റോഡ് വികസനവുമെല്ലാം ഭരണ നേട്ടമായി LDF ചൂണ്ടിക്കാട്ടുന്നു. MB ഫണ്ട് ഉപയോഗിച്ച് യാത്രായോഗ്യമാക്കിയ മലവായി വടക്കേച്ചിറ റോഡും ഗ്യാസ് ക്രിമിറ്റോറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനായതുമാണ് പ്രധാന ഭരണ നേട്ടമായി LDF ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഇടത് തുടർഭരണത്തിൽ പഞ്ചായത്തിലെ അർഹരായവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെയും MLA ഫണ്ടും ഫലവത്തായി ഉപയോഗിക്കാനോ നേടിയെടുക്കാനോ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൂമല, പാമ്പൂരാമ്പാറ എന്നിവിടങ്ങളിലെ വികസനത്തിനായി ഒന്നും ചെയ്യാനായില്ലെന്നുമാണ് പഞ്ചായത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ആരോപണം. മലയോര കാർഷിക മേഖലയായ പഞ്ചായത്തിന് ആവശ്യമായ കാർഷിക അന്തരീക്ഷം ഒരുക്കി നൽകാനും ഇടതുഭരണത്തിന് ആയില്ല എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. അതേസമയം പക്ഷപാതപരമായ ഭരണ നടത്തിപ്പ് വഴി പഞ്ചായത്തിലെ പല വാർഡുകളും ശോചനീയാവസ്ഥയിലാണെന്നും പല വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാനാകാതെയാണ് ഇക്കാലം അത്രയും LDF ഭരണം നടത്തിയതെന്നുമാണ് BJP-യുടെ ആരോപണം. വികസന കാഴ്ചപ്പാടുകൾ നിരത്തിയും നേട്ടക്കോട്ടങ്ങൾ ചൊരിഞ്ഞും മുന്നണികൾ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാവും ഇക്കുറിയും മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക. കാർഷിക മേഖലയുടെ ഉയർച്ചയും താഴ്ചയും നിർണയിച്ച് രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറുന്ന പഞ്ചായത്താണ് തൃക്കൂർ. 17 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള തൃക്കൂർ പഞ്ചായത്തിന് 25.38 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. 27,874 ജനസംഖ്യയുള്ള പഞ്ചായത്തിൽ 13,727 പുരുഷന്മാരും 14,147 സ്ത്രീകളുമാണുള്ളത്. 17 വാർഡുകളുള്ള പഞ്ചായത്ത് വർഷങ്ങളായി UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് 11 സീറ്റിലും കേരള കോൺഗ്രസ് 1 സീറ്റിലും CPM 4, CPI 1 എന്ന രീതിയിലാണ് കക്ഷിനില. ഭരണനേട്ടങ്ങളുടെ കരുത്തുമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് UDF-ന്റെ പോരായ്മകളും ദീർഘവീക്ഷണമില്ലാതെ നടപ്പിലാക്കിയ പദ്ധതികളും മുന്നിൽ നിർത്തി ഭരണം നേടുവാൻ LDF മുന്നോട്ടിറങ്ങുമ്പോൾ പഞ്ചായത്തിൽ നിർണായക ശക്തിയാകുവാൻ BJP-യും ശ്രമിക്കുകയാണ്. 13 ഹെക്ടർ തരിശുഭൂമിയിൽ നെൽകൃഷിയും 25 ഹെക്ടറായി ഉയർത്തിയ പച്ചക്കറി കൃഷിയും സമ്പൂർണ്ണ കുടിവെള്ളം, പെൻഷൻ, പുറമ്പോക്ക് പുനരധിവാസം എന്നിവ നേട്ടങ്ങളായി UDF ഉയർത്തി കാണിക്കുന്നു. സാധാരണക്കാർക്കും കാർഷിക മേഖലയ്ക്കും ഗുണപ്രദമാകുന്ന പച്ചത്തേങ്ങ സംഭരണവും ന്യായവില സൂപ്പർ മാർക്കറ്റും നേട്ടമായി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. 100% ഫണ്ട് ചിലവഴിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൈവരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞുവെന്നും ഭരണപക്ഷം അവകാശപ്പെടുന്നു. എന്നാൽ സ്വജനപക്ഷപാതവും തന്നിഷ്ടവും ഭരണത്തിന്റെ സമസ്ത മേഖലയിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന ആരോപണമാണ് LDF ഉയർത്തിപ്പിടിക്കുന്നത്. കളിമൺ ഖനനം നിയന്ത്രിച്ച് കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിൽ ഭരണകക്ഷി പരാജയപ്പെട്ടു. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളൊന്നും ഇതുവരെ നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല. തൃക്കൂരിന്റെ സ്വപ്ന പദ്ധതിയായ അയ്യപ്പൻകുന്ന് കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിയാത്തത് ഭരണപക്ഷത്തിന്റെ വീഴ്ചയായി LDF പറയുന്നു. പുതിയ സമവാക്യങ്ങളുടെയും പരിവേഷത്തിന്റെയും മുഖവുമായി ശക്തി തെളിയിക്കാനാണ് BJP-യുടെ ശ്രമം. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഇവർ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഇതേസമയം ജനങ്ങൾക്ക് പറയാനുള്ളത് വികസനത്തെക്കുറിച്ചാണ്. അനധികൃത കുന്നിടിക്കലും കളിമൺ ഖനനവും നിയന്ത്രിക്കണമെന്നും പൊതുശ്മശാനം, മാർക്കറ്റ് എന്നിവ നിർമ്മിക്കുവാനും തോട്ടം മേഖലയെ സംരക്ഷിക്കുവാനും ആവശ്യപ്പെട്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ തൃക്കൂരിലെ സമ്മതിദായകർ നേരിടുവാൻ ഒരുങ്ങുന്നത്. നിലവിൽ UDF ഭരിക്കുന്ന പോർക്കുളം പഞ്ചായത്തിൽ 13 വാർഡുകളാണ് ഉള്ളത്. 14.49 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പോർക്കുളം പഞ്ചായത്തിൽ 16,000 ജനസംഖ്യ. 13 വാർഡുകളിൽ 8 വാർഡുകൾ വനിതകൾക്കും SC വിഭാഗങ്ങൾക്കുമായാണ് സംവരണം ചെയ്തിരിക്കുന്നത്. നിലവിലെ കക്ഷിനില CPM 6, കോൺഗ്രസ് 7. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് കോൺഗ്രസ് ഇവിടെ ഭരണം നടത്തുന്നതെങ്കിലും പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ വികസന കാര്യങ്ങളിൽ ഒന്നിക്കുന്നു എന്നതാണ് പഞ്ചായത്തിന്റെ പ്രത്യേകത. പഞ്ചായത്തിന്റെ ഉദയം മുതൽ 3 പതിറ്റാണ്ടുകാലം ചെങ്കോട്ടയായിരുന്ന ഇവിടെ
2000 ആണ്ടോടെയാണ് നറുക്കെടുപ്പിലൂടെ കോൺഗ്രസ് ആദ്യമായി അധികാരത്തിലെത്തിയത്. 10 വാർഡുകളിൽ 5 വീതം സീറ്റുകൾ ഇരുകക്ഷികൾക്കും ലഭിച്ചതോടെയാണ് വോട്ടെടുപ്പ് നടന്നത്. 2005-ൽ DICയുടെ വരവോടെ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ നേടി ഭരണത്തിലേക്ക് തിരിച്ചുവന്നു. ഐ ഗ്രൂപ്പുകാരനായ KA ജ്യോതിഷ് കുമാർ പ്രസിഡന്റായി. പിന്നീട് മുൻ ധാരണ പ്രകാരം അവസാന 1.5 വർഷം എ ഗ്രൂപ്പുകാരനായ C ശിവകുമാർ പ്രസിഡന്റായി സ്ഥാനമേറ്റു. കാർഷിക മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള ഗ്രാമങ്ങളിൽ കോൾപ്പടവ് രീതിയിൽ വൻതോതിൽ നെൽകൃഷിയൊരുങ്ങുന്ന ഗ്രാമമാണ്. പദ്ധതികൾ പലതും പാതിവഴിയിലാണെന്നും വികസന കാര്യങ്ങളിൽ ഭരണസമിതിക്ക് വേണ്ടത്ര ജാഗ്രത പുലർത്താനായില്ലെന്നുമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. സമ്പൂർണ്ണ പാർപ്പിടമെന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസിന് ഇത് യഥാവിധം പൂർത്തിയാക്കാനായില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ ഭരണസമിതിക്ക് കഴിയാതെ പോയത്രേ. പ്രകൃതി രമണീയമായ കല്ലഴിക്കുന്ന് ടൂറിസം വകുപ്പ് ഏറ്റെടുക്കുകയും ടൂറിസം വില്ലേജായി പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞിരുന്നുവെങ്കിലും ഇത് നടപ്പായില്ല. BJPയും പഞ്ചായത്തിൽ ഇടം പിടിക്കാനുള്ള ശക്തമായ തയ്യാറെടുപ്പിലാണ്. പോരാട്ടം തീപാറുമ്പോൾ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്നത് കണ്ടറിയണം. 18.71 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 26,486 വോട്ടർമാരുമുള്ള പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് 40 വർഷത്തോളമായി LDF ആണ് ഭരിക്കുന്നത്. 19 വാർഡുകളുള്ള പഞ്ചായത്തിൽ 7 സീറ്റുള്ള LDF ആണ് ഇപ്പോൾ ഭരണം നിർവഹിക്കുന്നത്. നിലവിൽ മൊത്തം 19 അംഗങ്ങളിൽ ഇടതിന് 7ഉം UDFന് 8ഉം BJPക്ക് 4ഉം പ്രതിനിധികളുണ്ട്. പ്രസിഡന്റ് പദവി CPMനും വൈസ് പ്രസിഡന്റ് പദവി CPIക്കും എന്നതിനൊപ്പം തുടക്കം മുതൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും BJPക്കും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവിയും നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് ഭരണം തുടരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF പഞ്ചായത്ത് ഭരിച്ചത്. എന്നാൽ 2014-ൽ 3-ാം വാർഡ് ചെറായിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് പ്രതിനിധി പ്രിയ ഗോപിനാഥൻ വിജയിച്ചതോടെ UDFന് പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതിനേക്കാൾ ഒരംഗത്തിന്റെ പിന്തുണ കൂടുതലുണ്ടായിട്ടും 40 ആണ്ട് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ആധിപത്യത്തെ തകർക്കാനായില്ല. അവിശ്വാസ പ്രമേയം വന്നെങ്കിലും LDFനോടും UDFനോടും കൂടെ നിൽക്കാതെ അവിശ്വാസ വോട്ടെടുപ്പ് ദിവസം BJP അംഗങ്ങൾ വിട്ടുനിന്നപ്പോൾ ഇടതിന് നേട്ടമായി. CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ കീഴിൽ 4 പതിറ്റാണ്ടായി പുന്നയൂർകുളം പഞ്ചായത്തിന്റെ ഭരണം നിലനിൽക്കുകയാണ്. CPMനുള്ള ഈ മേൽക്കൈ തകർക്കാൻ ഇത്തവണ UDFും BJPയും ശക്തമായി രംഗത്തുണ്ട്. ശക്തമായ ത്രികോണ മത്സരമാണ് പുന്നയൂർകുളത്ത് കാണാനാകുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് പ്രധാന പരിഗണന നൽകി 50 ലക്ഷം രൂപ ചെലവിൽ സ്ഥലം വാങ്ങി ചെമ്മണ്ണൂർ GMLP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു. 15 ലക്ഷം രൂപ ചെലവിൽ പുന്നയൂർകുളം സ്കൂളിന് സ്ഥലം വാങ്ങി സ്കൂളുകൾ നവീകരിച്ചു തുടങ്ങി ഭരണസമിതി നേട്ടങ്ങൾ നിരത്തുമ്പോൾ 40 വർഷം സ്ഥിരമായി ഭരിച്ചിട്ടും കാര്യമായ വികസനം പഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഭരണകർത്താക്കൾ നിന്നതും വികസനത്തിന് തടസ്സമായി. തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയും പഞ്ചായത്തിന് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്നിവയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. BJPയും ഇത്തവണ ശക്തമായ സാന്നിധ്യമായി മത്സര രംഗത്തുണ്ട്. നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ശക്തി തെളിയിക്കാൻ BJP ശ്രമം തുടങ്ങിയിരുന്നു. ഇതേസമയം ജനങ്ങൾക്ക് നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം കാര്യക്ഷമമാക്കണം. സ്വയം തൊഴിൽ വരുമാനം നൽകുന്ന പദ്ധതികൾ വരണം. അണ്ടത്തോട് പഞ്ചായത്ത് സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വനിതാ വ്യവസായ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ നടപടിയെടുക്കണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയണം. ആൽത്തറയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണം. പെരിയമ്പലം ബീച്ചിൽ കുട്ടികൾക്കായുള്ള പാർക്ക് നിർമ്മിക്കണം. തുടങ്ങിയവയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ. ഇടവേള. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റു തർക്കത്തെ തുടർന്ന് ജനതാദൾ എസ് സംസ്ഥാന കൌൺസിൽ അംഗം സത്യൻ പഴയടത്ത്, ജനതാദൾ ഗുരുവായൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീദേവി സത്യൻ എന്നിവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. മുന്നണി ധാരണ പ്രകാരം ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ ശ്രീദേവി സത്യനെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പത്രിക നൽകാൻ തയ്യാറെടുക്കുന്നതിനിടെ പകരം സ്ഥാനാർത്ഥിയായി മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുത്ത പാർട്ടി നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ഇരുവരും തൃപ്രയാറിൽ അറിയിച്ചു. സത്യൻ പഴയടത്ത്, ശ്രീദേവി സത്യൻ, ഇർഷാദ് കെ ചേറ്റുവ, മനോജ് തച്ചപ്പുള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയ ഗുരുവായൂർ നഗരസഭാ പ്രദേശം ഉൾപ്പെടുന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലെ എ വിഭാഗം പ്രവർത്തകരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അമർഷം പുകയുന്നു. പഴയ നഗരസഭാ മേഖലയിൽ വരുന്ന 15 വാർഡുകളിൽ ഒരു വാർഡ് മാത്രം നൽകി ഐ വിഭാഗം തങ്ങളെ അവഗണിച്ചതിനെതിരെയാണ് എ വിഭാഗം പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എ വിഭാഗത്തിലെ പ്രമുഖർക്ക് ടിക്കറ്റ് നിഷേധിച്ച് എയുടെ പേരിൽ ചിലരെ മത്സരിപ്പിക്കുന്ന തന്ത്രവും ഐ പയറ്റിയതായി അവർ പറയുന്നു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായ എ വിഭാഗത്തിലെ പ്രമുഖ നേതാവ് ആർ ജയകുമാർ അവഗണനയിൽ പ്രതിഷേധിച്ച് 15-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. എ വിഭാഗത്തോട് അടുപ്പം പുലർത്തിയെന്നാരോപിച്ച് മുൻ നഗരസഭാ ചെയർപേഴ്സണും
KPCC നിർവാഹക സമിതി അംഗവുമായ പ്രൊഫസർ PK ശാന്തകുമാരിയെ 16-ാം വാർഡിലെ കോൺഗ്രസ് പട്ടികയിൽ നിന്ന് പുറത്താക്കാനും നീക്കമുണ്ടെന്ന് ആരോപണമുയർന്നു. LDF-നോടൊപ്പം നിന്ന് ചെയർപേഴ്സണായിട്ടുള്ള മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മേഴ്സി ജോയിയെ ഇവിടെ I വിഭാഗം മത്സരത്തിനിറക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ കേരള കോൺഗ്രസിന് വാർഡ് കൈമാറാനും ആസൂത്രിത നീക്കമുണ്ടെന്ന് A വിഭാഗം ആരോപിക്കുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ BJP തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. BJP ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രഭാകരൻ മാഞ്ചാടി അധ്യക്ഷനായി. PS കണ്ണൻ, CP സെബാസ്റ്റ്യൻ, AS ശശി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സഹോദരന്മാർ മത്സരരംഗത്ത്. 3-ാം വാർഡായ പൂവത്തൂരിൽ PK രാജനും ഈ വാർഡ് ഉൾപ്പെടുന്ന പൂവത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ സഹോദരൻ PK ദിവാകരനുമാണ് മത്സരിക്കുന്നത്. PK രാജൻ നിലവിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ദിവാകരൻ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമാണ്. ഇരുവരും UDF സ്ഥാനാർത്ഥികളായാണ് മത്സരിക്കുന്നത്. റോഡിൽ പാർട്ടി ചിഹ്നങ്ങൾ വരച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്കെതിരെ ഇരിങ്ങാലക്കുട മേഖലയിൽ പോലീസ് നടപടി ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ റോഡിലെ എഴുത്ത് വിലക്കിക്കൊണ്ട് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം ലംഘിച്ച് വരച്ച ചിഹ്നങ്ങളും മറ്റു പ്രചാരണങ്ങളുമാണ് കരിയോയിൽ, പെയിന്റ് എന്നിവ ഉപയോഗിച്ച് കാട്ടൂർ പോലീസിന്റെ നേതൃത്വത്തിൽ മായ്ച്ചു കളഞ്ഞത്. കാട്ടൂർ SI മനു V നായർ, അഡീഷണൽ SI വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് നടപടി സ്വീകരിക്കുന്നത്. CPM മുൻ നേതാവിന്റെ ഭാര്യ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. എളവള്ളി 3-ാം വാർഡിലാണ് CPM ഏരിയ കമ്മിറ്റി അംഗവും DYFI ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന VG ചന്ദ്രന്റെ ഭാര്യ ബീന UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. PG ചന്ദ്രൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു. പഞ്ചായത്തിലെ പ്രധാന സെന്ററുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ കല്യാണി S നായർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ സിജി ജോൺ, സെഫീന അസീസ്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കക്കാട്ട് കണ്ണൻ, മീന ശലമോൻ, അനിത വിൻസെന്റ് എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. കോൺഗ്രസ് നേതാക്കളായ V കേശവൻ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, TK ദേവസി തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് കണ്ടശ്ശാംകടവ് ഫൊറോന സെക്രട്ടറി ജിൽസൺ തോമസ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലാണ് ജിൽസൺ തോമസ് മത്സരിക്കുന്നത്. ഏനാമാക്കൽ ഇടവക യൂണിറ്റിന്റെ പ്രസിഡന്റ് കൂടിയാണ് ജിൽസൺ തോമസ്. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. T സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KP രാധാകൃഷ്ണൻ, ഷെയ്ഖ് അബ്ദുൾ ഖാദർ, ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് വിട്ട് LDF-ൽ ചേർന്ന PM നൌഫലിന് സ്വീകരണം നൽകി. ചാവക്കാട് നഗരസഭ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ KV അബ്ദുൾ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KK വത്സരാജ്, PK സേതാലിക്കുട്ടി, KK സുധീരൻ എന്നിവർ സംസാരിച്ചു. ബണ്ട് നിർമ്മാണത്തിന് മണ്ണുമായി പോവുകയായിരുന്ന ലോറി കുളത്തിലേക്ക് വീണു. ലോറി കയറ്റാനെത്തിയ ക്രെയിനും കുളത്തിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിലൂടെ വെട്ടിക്കടവ് ബണ്ടിന്റെ പമ്പ് ഹൌസ് നിർമ്മാണത്തിന് മണ്ണുമായി പോവുകയായിരുന്ന ലോറി കുളത്തിന് സമീപത്തുള്ള തിണ്ടിടിഞ്ഞ് അമ്പലക്കുളത്തിലേക്ക് മറിയുകയായിരുന്നു. തലകീഴായി വീണ ലോറി വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്നതിനിടെ ഡ്രൈവർ കടവല്ലൂർ പട്ടുകുളങ്ങര വീട്ടിൽ ബദറുദ്ദീൻ പുറത്തേക്ക് ചാടി നീന്തി രക്ഷപ്പെട്ടു. ലോറിയുടെ ഒരു ചക്രം മാത്രമാണ് വെള്ളത്തിന് മുകളിൽ ഉണ്ടായിരുന്നത്. കുളത്തിൽ നിന്ന് ലോറി വലിച്ചു കയറ്റാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് വെള്ളത്തിലേക്ക് ക്രെയിൻ വീണത്. ക്രെയിൻ വെള്ളത്തിലേക്ക് നിരങ്ങി ഇറങ്ങി തുടങ്ങിയതോടെ പരിസരത്തുണ്ടായിരുന്ന JCB ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് മറ്റൊരു ക്രെയിൻ എത്തിച്ചാണ് ഇരു വാഹനങ്ങളും കരയ്ക്ക് കയറ്റിയത്. UDF ചാഴൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC സെക്രട്ടറി MK അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K സത്താർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ, AS വേലായുധൻ, CO ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഡാർലി ഡേവിഡിന് കോടതി വിധിയിലൂടെ വോട്ടവകാശവും സ്ഥാനാർത്ഥിത്വവും ലഭിച്ചതിൽ ആഹ്ലാദ പ്രകടനം. പൂമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവകാശവും ഇവിടെ നിന്ന് മത്സരിക്കാനുള്ള അവകാശവുമാണ് ഡാർലി ഡേവിഡ് ഹൈക്കോടതി വിധിയിലൂടെ നേടിയത്. പടിയൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗമായിരുന്ന ഇവർ 6 മാസം മുൻപാണ് പൂമംഗലത്തേക്ക് താമസം മാറ്റിയത്.
കോൺഗ്രസിലുണ്ടായ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് ഡാർലി ഡേവിഡിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയായിരുന്നു. പേര് ചേർക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാരമടക്കമുള്ള സമരങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് ഇവർക്ക് വോട്ടവകാശവും സ്ഥാനാർത്ഥിത്വവും അംഗീകരിച്ചു കിട്ടിയത്. LDF ചേലക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തോന്നൂർക്കരയിൽ PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീദാസ് അധ്യക്ഷനായിരുന്നു. PA ബാബു, അരുൺ കാളിയത്ത്, ഗോപാലകൃഷ്ണൻ, KV ജോസ് എന്നിവർ സംസാരിച്ചു. LDF ചാഴൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. KP അവറോസുകുട്ടി, KK ശ്രീനിവാസൻ, KM ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വധഭീഷണി നേരിടുന്ന കർണാടകയിലെ പ്രമുഖ സാഹിത്യകാരൻ KS ഭഗവാന് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ടി സ്റ്റൽവാദ്, M മുകുന്ദൻ, BRP ഭാസ്കർ, MGS നാരായണൻ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ K വേണു, CR പരമേശ്വരൻ, സജീവൻ അന്തിക്കാട് തുടങ്ങിയവരും സംസാരിച്ചു. തൊയക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ ദർശന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ റാഫി തട്ടേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം എന്നിവയും നടന്നു. വികാരി ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതനിൽ KP ഭവദാസൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 140 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രിൻസിപ്പാൾ K സുഭദ്ര, AC ഗോപിനാഥ്, BK ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. സോണൽ യോഗ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച നടക്കും. കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ജീവകാരുണ്യ സംഘടനയായ കരുണ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച നടക്കുന്ന ഭിന്നശേഷിയുള്ളവരുടെ വിവാഹത്തിന് മുന്നോടിയായി വീടൊരുക്കലും ദക്ഷിണ സമർപ്പണവും നടന്നു. എഴുത്തുകാരി പുന്നയൂർകുളം കാർത്തിയേയനി ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ ഡോക്ടർ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. CCTV ചെയർമാൻ TV ജോൺസൺ, ചുവല്ലൂർ കൃഷ്ണൻകുട്ടി, രാധാകൃഷ്ണൻ കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. 9 ജോഡികളാണ് ഞായറാഴ്ച വിവാഹിതരാകുന്നത്. ഇവർക്കായി 20 പവനാണ് കരുണ നൽകുന്നത്. കൂടാതെ വിവാഹ ചിലവുകളും കരുണ വഹിക്കും. കുന്നംകുളം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച സേവന ബോധവൽക്കരണ ക്ലാസും ശനിയാഴ്ച ഷെയർ പീസ് എന്ന ആശയത്തെ ആസ്പദമാക്കി ചിത്രരചനാ മത്സരവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന സേവന ബോധവൽക്കരണ റാലി കുന്നംകുളം വ്യാപാര ഭവനിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസിന് സമീപം സമാപിക്കും. 11 മുതൽ 13 വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കായാണ് ചിത്രരചനാ മത്സരം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ PK സുനിൽ, സജി C പുലിക്കോട്ടിൽ, ഡജോ ചീരൻ എന്നിവർ പങ്കെടുത്തു. എഴുത്തിന്റെ 60 വർഷം പിന്നിടുന്ന ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയെ നവകേരള ദേശീയവേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായ് ശ്രീനാരായണ ഹാളിൽ നടക്കുന്ന ചടങ്ങ് ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്യും. വേലായുധൻ പണിക്കശ്ശേരി രചിച്ച ചരിത്രമുറുങ്ങുന്ന ചേറ്റുവയും മഹാകവി ചേറ്റുവ പരീക്കുട്ടിയും എന്ന കൃതിയുടെ പ്രകാശനം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കും. ചരിത്ര ഗവേഷണ രംഗത്ത് ശ്രദ്ധേയരായ ആറ്റക്കോയ പള്ളിക്കണ്ടി, പ്രൊഫസർ TB വിജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇർഷാദ് K ചേറ്റുവ, മനോജ് തച്ചപ്പുള്ളി, സുനിൽ പത്മനാഭൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ഡല മകരവിളക്ക് ഏകാദശി സീസണിൽ ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം. നഗരത്തിൽ പാർക്കിംഗ് സൌകര്യം മെച്ചപ്പെടുത്താൻ നടപടിയെടുക്കും. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ പണമടച്ച മുഴുവൻ ഉപഭോക്താക്കൾക്കും പണം തിരികെ നൽകാനുള്ള കുന്നംകുളം നഗരസഭ തീരുമാനത്തിന് ഹൈക്കോടതിയുടെ വിലക്ക്. നഗരത്തിലെ വിവാദമായ സിമന്റ് മിക്സിംഗ് ഫാക്ടറിക്ക് ലൈസൻസ് നൽകാൻ നഗരസഭാ യോഗത്തിൽ തീരുമാനം. പറപ്പൂക്കര ഇലക്ട്രിക്കൽ സെക്ഷനിൽ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് TV സിഗ്നൽ സംപ്രേഷണത്തിനുള്ള ഒപ്റ്റിക്കൽ കേബിളുകൾ വൈദ്യുതി ജീവനക്കാർ വ്യാപകമായി നശിപ്പിച്ചു. സംഭവത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് പുതുക്കാട് മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനകൾക്ക് നൽകാനുള്ള പനംപട്ടയിൽ വിഷം തളിച്ചിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശം നൽകിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി സ്വദേശി സുനിലാണ് പിടിയിലായത്. ഗ്രാമവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.